ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാം എപ്പോൾ തുറന്നാലും ഞാൻ ഈ ഒരു സംഭവം കാണലുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളാണെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനൊരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് അത് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തു. അതിൽ കുറച്ച് വലിയ ഉള്ളി, അതിലങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞു കൊടുത്തു. പിന്നെ വേണ്ടവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ടു. പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ്, നമ്മൾ പീടികയിൽ നിന്ന് മേടിക്കണം ചിക്കൻ മസാല അല്ല, നമ്മൾ ഇവിടെ അടുത്തുനിന്ന് മില്ലിൽ നിന്ന് മേടിക്കുന്നതാണ്. അതുകൊണ്ട് വല്ലാണ്ട് കുത്തലൊന്നും ഉണ്ടാവില്ല. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്തൊക്കെ മസാല ഇടുന്നതെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇതൊക്കെയാണ് അതിലിടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. സിമ്പിളായ സ്നാക്സൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് സിമ്പിളല്ലേ, വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ അപ്പോൾ ഇത് നന്നായി ഒക്കെ മിക്സാക്കി എടുക്കുക. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്തത്. എല്ലാവരും സ്പൂണായിട്ടൊക്കെ കേട്ടോ ചെയ്തിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ പൊന്നു എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു ഷേപ്പൊക്കെ ആക്കി. പിന്നെ നീളമുള്ള സൈസാണ് എല്ലാവർക്കും പറ്റിയത്. ആ മോഡലായിട്ട് എല്ലാവർക്കും പറ്റിയത്. പൊന്നു പറഞ്ഞു പിന്നെ സൈസ് മതി, ആ മോഡൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയ ഈ ഒരു മോഡലാണ് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി സെറ്റാക്കി എടുത്തു. ഇതുണ്ടാക്കിയിട്ട് വേണം ചായ കുടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുക കേട്ടോ ഇക്കാക്ക. ഞാൻ ഇത് എന്താവുക, ശരിയാവുമോ എന്താണെന്നൊന്നും ഉറപ്പില്ലാത്ത ഒരു ഇതിലായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് ശരിയാവുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. നമ്മളിപ്പോൾ വീഡിയോ കണ്ടിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാനത് എണ്ണയൊക്കെ ഒഴിച്ച് ഇത് എല്ലാതും സെറ്റായി. ഇങ്ങനെ എല്ലാതും ഒരേ ഷേപ്പുള്ള ഞാൻ എല്ലാതും ഒരുമിച്ചിട്ട് കൊടുത്തിട്ട്, ഇങ്ങനെ ഒരുമിച്ച് ഇടാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല, പക്ഷേ ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുത്തു. എണ്ണയൊക്കെ തിളക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് വരുന്നുണ്ടെങ്കിൽ മൂത്ത് വരില്ല. അപ്പോൾ ഇങ്ങനെ ശരിയാവുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ മൂഞ്ചി കോലം കിടക്കണ കിടപ്പ് കണ്ട മക്കളെ. അങ്ങനെ ഇത് ഇങ്ങനെ ആയി. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി. ചായക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും കുഴച്ചെടുത്ത്, ബാക്കിയുള്ളതും കൂടി കുഴച്ചെടുത്തിട്ട്. അതാണ് സ്പീഡ് കൂടുന്നത്. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചായ കൊണ്ടേ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ എണ്ണയിൽ തന്നെ വേറെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ടോ. പക്ഷെ ആദ്യത്തേണിത്. ഞാൻ എണ്ണ എങ്ങനെ കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പൊന്നിത് ഞെക്കി പിഴിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഇതാ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ സമാധാനമായിട്ടോ, ശരിയായി വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. അങ്ങനെ ഇങ്ങനെ മൂന്നെണ്ണമൊക്കെ വീതം ഞാൻ ചുട്ടെടുത്തിട്ട് എളുപ്പം ഒരു പ്ലേറ്റിക്കുള്ളതാക്കി കുറച്ച് തക്കാളി സോസൊക്കെ ഇട്ടിട്ട് ഞാൻ കൊണ്ടെടുത്തിട്ടോ. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് പറഞ്ഞു. തക്കാളി സോസ് കണ്ടപ്പോൾ മിന്നുവിൻ്റെ കൈ പോണത് കണ്ടോ. അങ്ങനെ കുറേയൊക്കെ സമാധാനം. പക്ഷെ ഞാൻ ചുടുന്ന ഭാഗത്തുണ്ടല്ലോ, ഞാൻ പൊന്നുവിനെ നിർത്തിയിട്ടാട്ടോ ഞാൻ പോയത്. പിന്നെ ഈ ഷേപ്പ് ഉണ്ടാക്കി, ഈ ഷേപ്പാണ് ഇത് ശരിയായി വന്നത്. മറ്റേത് വലിയ വൃത്തിയൊന്നും തോന്നിയില്ല. ഇതും വലിയ വൃത്തിയൊന്നുമില്ല, പക്ഷേ പൊന്നുവിനെ നിർത്തിപ്പോയതുകൊണ്ട് പൊന്നുമാണ് കേട്ടോ പിന്നെ ഈ ഷേപ്പൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഓളുണ്ടാക്കുമ്പോൾ തന്നെ വല്ലാതെ മൂപ്പിച്ചെടുക്കണമൊന്നുമില്ല. അപ്പം ഞാൻ ലാസ്റ്റ് ഓളൊക്കെ ഇങ്ങനെ ഷേപ്പാക്കി വെച്ചിരുന്നു. അപ്പോൾ ഓളാണ് ബാക്കി ഉണ്ടാക്കിയത്. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.